നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രതിപക്ഷം ഇകഴ്ത്തി കാണിക്കുന്നതായി ജോസ് കെ മാണി MP. പൊതു ആരോഗ്യ രംഗത്തെ തകർക്കാൻ BJP UDF കൂട്ടുകെട്ട്. നീതി നിഷേധത്തിനെതിരെ KSTU. പൊൻകുന്നം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ. അശാസ്ത്രീയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യം. കർക്കിടക ബലിതർപ്പണത്തിന് വെന്നിമല ക്ഷേത്രം ഒരുങ്ങി. പുലർച്ചെ 4 മണിക്ക് ബലിതർപ്പണം തുടങ്ങും. പുതുപ്പള്ളി, പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും KSRTC സർവീസ്. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകം. കുറ്റപത്രം 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. കൊല ചെയ്യപ്പെട്ടത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥയെ താറടിച്ചു കാണിക്കുന്ന UDF BJP കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പാലായിൽ ബഹുജന മാർച്ച് നടത്തി. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രതിപക്ഷം ഇകഴ്ത്തി കാണിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP. BJP UDF കൂട്ടുകെട്ടിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കെതിരെ പ്രചരണം നടത്തുന്നതെന്നാരോപിച്ച് പാലായിൽ നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ജോസ് കെ മാണി. ഇടതുമുന്നണി സർക്കാർ ഏറ്റവും മുൻഗണന നൽകിയത് ആരോഗ്യ മേഖലയിലാണെന്നത് മനഃപൂർവ്വം വിസ്മരിക്കുന്നു. നിർത്തണം ആശ്രയിക്കുന്ന പൊതു ആരോഗ്യ മേഖല തകർക്കുവാൻ UDF പ്രത്യേക അജണ്ട നടപ്പാക്കുന്നു. ഈ സംഭവത്തെ UDFും അതോടൊപ്പം തന്നെ BJPയും രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അവിടെ ജനപ്രതിനിധിയെയും മന്ത്രിയെയും അധിക്ഷേപിക്കുക, അവിടെ ജനങ്ങളോട് അവർ പ്രഖ്യാപിക്കുന്നത് മെഡിക്കൽ കോളേജുകൾ തകർന്നു, ഇനി ആരും രോഗികൾ അങ്ങോട്ട് പോകാൻ പാടില്ല, വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് നിങ്ങൾ പൊക്കോളൂ, ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകൂ എന്നാണ് അവര് ഇന്ന് ജനങ്ങളോട് നിർദ്ദേശിക്കുന്നത്. എല്ലാ നിയോജക മണ്ഡലങ്ങളും വികസന കുതിപ്പ് നേടുമ്പോൾ പാലായിൽ വികസന ലോക്ഡൌൺ നടപ്പാകുന്നുവെന്ന് ജോസ് കെ മാണി ആരോപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കിയ പദ്ധതികൾ തുറന്നു കൊടുക്കുവാൻ പോലും തയ്യാറാകുന്നില്ല. അവസാന ഘട്ടത്തിലെത്തിയ പദ്ധതികൾ പൂർത്തിയാക്കുവാൻ ഒരുവിധ നടപടികളും ഇല്ലാതെ വൻ ദുരന്തമാണ് പാല നേരിടുന്നത്. ആരെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും നടപ്പാക്കിയാൽ അതിന്റെ അവകാശവുമായ ചിലർ മുന്നിലെത്തും. മുടങ്ങിയാൽ തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. LDF കൺവീനർ ബാബു കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു, സജൽ ശശി, ലാലച്ചൻ ജോർജ്, നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, ടോബിൻ കെ അലക്സ്, PK ഷാജ്കുമാർ, മൈലാഡൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ലാലംപാലം ജംഗ്ഷനിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. നീതി നിഷേധത്തിനെതിരെ KSTU പൊൻകുന്നത്ത് ധർണ നടത്തി. പൊൻകുന്നം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. തസ്തിക നിർണയത്തിന് ആധാറില്ലാത്തവർക്ക് പകരം EIDO, പ്രഥമാധ്യാപകരുടെ സാക്ഷ്യപത്രമോ പരിഗണിക്കുക, അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക തുടങ്ങി 20ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊൻകുന്നം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് നാസർ മുണ്ടക്കയം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത കേരള സമരങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ അഡ്മിഷൻ കഴിയേണ്ട സമയമായി. ഒരു ദിവസം ഒരു റിസൾട്ട് നടക്കും, പിറ്റേ ദിവസം വേറെ റിസൾട്ട് നടക്കും. അങ്ങനെ വിദ്യാഭ്യാസ മേഖല മുച്ചൂടെ മുറിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നിവിടെ ഭരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ ഇതുമായിട്ട് യാതൊരു വിവരവുമില്ലാത്ത, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രം പോരാ, വിവരവും കൂടെ വേണം. വിവരവുമില്ലാത്ത ആൾക്കാരാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അവരവരുടെ തോന്നിയാവാസം കാണിക്കുകയാണ്. അധ്യാപകരുടെ ഏതാണ്ട് 22ഓളം ഡിമാൻഡുകളാണ് ഇന്ന് KSTU ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ലോകത്തിന്റെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമരവുമായിട്ട് KSTU ഉണ്ടായിരിക്കും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TA അബ്ദുൾ ജബ്ബാർ മുഖ്യപ്രഭാഷണം നടത്തി. PM സലീം, അബ്ദുൾ കരീം മുസലിയാർ, അഡ്വക്കേറ്റ് PI നൌഷാദ്, TA നിഷാദ്, തൗഫീഖ് ബഷീർ, NY ജമാൽ, PM സന്തോഷ് കുമാർ, അനീഷ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം കർക്കിടക ബലിതർപ്പണത്തിനായി ഒരുങ്ങി. ജൂലൈ 24 പുലർച്ചെ 4 മണി മുതൽ ബലിതർപ്പണം തുടങ്ങും. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം കർക്കിടക അമാവാസി മഹോത്സവത്തിനും ബലിതർപ്പണത്തിനുമായി ഒരുങ്ങി. കോട്ടയം ജില്ലയിലെ അതിപുരാതനവും വിശ്വപ്രസിദ്ധവുമായ ബലിതർപ്പണ കേന്ദ്രമാണ് വെന്നിമലയിലെ തീർത്ഥക്കുളം. ഇക്കൊല്ലത്തെ ബലിതർപ്പണം ജൂലൈ 24 പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ നടക്കും. തീർത്ഥക്കുളത്തിൽ പിതൃതർപ്പണം ചെയ്യുന്ന മനുഷ്യന് 12 തലമുറയ്ക്ക് പിതൃകർമ്മങ്ങൾ ചെയ്ത ഫലം ലഭിക്കും.
ലഭിക്കും എന്നും സ്ഥലപുരാണത്തിൽ പറയുന്നു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള അഭിഷേക തീർത്ഥം ഒരിക്കലും വറ്റാത്ത ഉറവിയായി ക്ഷേത്രകുളത്തിലേക്ക് എത്തിച്ചേരുന്നതുകൊണ്ടാണ് ഇതിനെ തീർത്ഥക്കുളം എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ അന്നേ ദിവസം പിതൃക്കൾക്കായി വിശേഷാൽ പൂജകളായ പിതൃപൂജ, വിഷ്ണുപൂജ, കൂട്ടനമസ്കാരം എന്നീ പൂജകളും പിതൃമണ്ഡപത്തിൽ മേൽശാന്തി ശ്രീരാഗ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തിലഹോമവും നടക്കും. ഈ വർഷം നമ്മൾ 10,000 ഭക്തരെ ബലിതർപ്പണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് അനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദർശനത്തിനായി ഏതാണ്ട് 1,00,000 ഭക്തജനങ്ങള് ഈ ജൂലൈ 24-ന് കർക്കിടക അമാവാസി ദിവസം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിതൃപ്രീതികരമായിട്ടുള്ള തിലഹോമം, പിതൃപൂജ, കൂട്ടനമസ്കാരം, വിഷ്ണുപൂജ എന്നീ വിശേഷാൽ പൂജകൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഉണ്ടാകും. അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനുള്ള ക്രമീകരണവും പുതുപ്പള്ളി, പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും KSRTCയുടെ സ്പെഷ്യൽ സർവീസുമുണ്ട്. 1,00,000 ഭക്തർക്ക് ദർശനത്തിനും 10,000 ഭക്തർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുമുള്ള സൗകര്യങ്ങളാണ് ക്ഷേത്ര സേവാ സമിതി ഒരുക്കിയിട്ടുള്ളത്. പാർക്കിംഗ് സൗകര്യത്തിന് ജിസാറ്റ് കോളേജ് ഗ്രൗണ്ട്, ഷഡ്കാല ഗോവിന്ദ മാരാർ ഗ്രൗണ്ട്, പഞ്ചായത്ത് ഗ്രൗണ്ട്, ദേവസ്വം ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും സേവാഭാരതിയുടെയും പോലീസ് സേന, ഫയർഫോഴ്സ് എന്നീ വിഭാഗങ്ങളുടെയും സേവനം അന്നേ ദിവസം ലഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിലാവും സമർപ്പിക്കുക. കോട്ടയം തിരുവാതുക്കൽ ദമ്പതി കൊലക്കേസിൽ 2 ദിവസത്തിനുള്ളിൽ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. സംഭവം നടന്ന് 74 ദിവസത്തിനുള്ളിലാണ് വെസ്റ്റ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും വ്യവസായിയുമായ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരെ അസം സ്വദേശി അമിത് തുറാങ് കൊലപ്പെടുത്തുകയായിരുന്നു. ഏപ്രിൽ 22-നായിരുന്നു സംഭവം. നിലവിൽ പ്രതി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഓൺലൈനിലൂടെ പണം തട്ടിയ കേസിൽ അമിതിനെ വിജയകുമാർ ജയിലിലാക്കിയതിനെ തുടർന്ന് വിജയകുമാറിനോടും ഭാര്യയോടുമുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിച്ച പ്രതി അതിലൂടെ ഓൺലൈൻ ഇടപാട് നടത്തി 2.79 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. തുടർന്ന് അമിതിനെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തു. അറസ്റ്റിലായതോടെ അമിതിന്റെ ഭാര്യയ്ക്ക് ചെലവിന് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഭാര്യയുടെ ഗർഭം അലസുകയും ഭാര്യ പിണങ്ങിപ്പോവുകയും ചെയ്തു. വിജയകുമാർ കേസുമായി മുന്നോട്ടു പോയതോടെ ജയിലിലായതിന്റെ പക പ്രതി മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഏപ്രിൽ ആദ്യവാരമാണ് അമിത് ജയിലിൽ നിന്നും ഇറങ്ങിയത്. സംഭവ ദിവസം വീട്ടിൽ കടന്നുകൂടിയ പ്രതി വിജയകുമാറിനെയും ഭാര്യ മീരയെയും കോടാലിക്ക് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല സാന്തോം ഫുഡ് ഫാക്ടറി തുറന്നു. കർഷകന് തന്റെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടാകണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റണമെന്ന് ഫുഡ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. കാർഷിക മൂല്യവർദ്ധിത സംരംഭമായ പാല സാന്തോം ഫുഡ് ഫാക്ടറി യാഥാർത്ഥ്യമായി. രൂപതയുടെ അധീനതയിലുള്ള മുണ്ടവാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഫാക്ടറിയുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി, കൃഷി വിളവിറക്കുന്നു, അത് നടുകയോ മറ്റുമാവാം, വിളവിറക്കുന്നു, അതിൽ പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു എന്നുള്ളതാണ്. എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ജില്ലാവാണില്ല. കാർഷിക മേഖലയിൽ നമ്മൾ സാധാരണ എന്ന് പറയുക ഒരു പ്രൈമറി അഗ്രികൾച്ചർ എന്നുള്ളതാണ്. അതെപ്പോഴും വിളവിറക്കുന്നു, പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിത്തിറക്കുന്നു, പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു. ആ വിൽക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ കർഷകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. അത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് കർഷകൻ്റെ വരുമാനം അത് നിൽക്കുന്നതല്ല. കർഷകന് മാത്രം കർഷകൻ്റെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാൻ അവകാശമില്ല. നമ്മൾ വേറെ ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും, ഷർട്ടാവട്ടെ, മുണ്ടാവട്ടെ, എന്തും ആവട്ടെ, ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും ഉൽപ്പാദിപ്പിച്ചവനാണ് വില നിശ്ചയിക്കുന്നത്. ആ അവകാശമില്ലാത്ത ഒരേ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ, അത് കർഷകൻ. മന്ത്രി VN വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്നേഹിത കർഷക മിഥ്യാപരിഷ്കാര മോഹിനർക്കങ്ങൊരു മോശക്കാരൻ എന്നാൽ ഭവാനുടെ നിശബ്ദ യജ്ഞത്തിൽ നിന്നാണ് ഈ യന്ത്രത്തിൻ ഘോഷമെല്ലാം തീരാ നിന്നൂവിയർപ്പിറ്റിറ്റു വീടായി വൈരക്കല്ലുണ്ടോ വീളങ്ങിയിടുന്നു. എത്ര മനോഹരമാണ് വള്ളത്തോളിൻ്റെ കർഷകൻ എന്ന് പറയുന്ന ആ കാവ്യഭാവന. ആ കൃഷിക്കാരൻ്റെ വിയർപ്പിറ്റിറ്റ് വീണെങ്കിൽ ഒരു വൈരക്കല്ലും വളങ്ങിയെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അപ്പോൾ മഹത്തായ കാർഷിക സംസ്കാരത്തെ
ഊട്ടി വളർത്താനും ആ കൃഷിക്കാർക്ക് ഉത്തേജനം പകർന്നുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും ഭാവനാസമ്പന്നമായ ഒരു പദ്ധതിക്കാണ് യഥാർത്ഥത്തിൽ പാലാ രൂപത നേതൃത്വം കൊടുത്തത്. സമ്മേളനത്തിൽ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 75 മാതൃകാ കർഷകരെ ആദരിച്ചു. എംപിമാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, MLA-മാരായ മാൻസി കപ്പൻ, മുൻസ് ജോസഫ്, സെബാസ്റ്റ്യൻ കുളത്തങ്ങൽ, മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, PSW ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ, സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം മാനേജിംഗ് ഡയറക്ടർ S. രാജേഷ് കുമാർ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മാനേജിംഗ് ഡയറക്ടർ സജി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കുടുംബശ്രീ ജില്ലാതല മാധ്യമ ശില്പശാല കോട്ടയത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേംലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ്, കോട്ടയം പ്രസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാതല മാധ്യമ ശില്പശാല തിരുനക്കരയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഷിബു EV മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K. ദിവാകർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ, കോട്ടയം നോർത്ത് CDS ചെയർപേഴ്സൺ നളിനി ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമങ്ങൾക്കായുള്ള കുടുംബശ്രീയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചുവടുവയ്പായി ശില്പശാല മാറി. ബാഡ്മിന്റണിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മെഡൽ നേട്ടവുമായി മുത്തോലി സ്വദേശിനി ശ്രേയ മരിയ മാത്യു. മുത്തോലി സെന്റ് ജോസഫ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രേയ. ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയ സബ് ജൂനിയർ ടൂർണമെന്റിൽ 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡബിൾസിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറി മുത്തോലി സ്വദേശിനി ശ്രേയ മരിയ മാത്യു. സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ കോഴിക്കോട് വെച്ച് നടത്തിയ സംസ്ഥാനതല മത്സരത്തിൽ 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡബിൾസിൽ 1ാം സ്ഥാനവും മിക്സഡ് ഡബിൾസിൽ 2ാം സ്ഥാനവും സിംഗിൾസിൽ 3ാം സ്ഥാനവും ശ്രേയ നേടി. കോട്ടയം ജില്ലയിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പെൺകുട്ടിയാണ് ശ്രേയ മരിയ മാത്യു. മുത്തോലി സെന്റ് ജോസഫ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മുത്തോലി വലിയമംഗലം വീട്ടിൽ അവിനാഷ് ആശ ദമ്പതികളുടെ മകളാണ്. പാല സെന്റ് തോമസ് കോളേജിൽ പ്രവർത്തിക്കുന്ന ഷിപ്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ ഷിബു ഗോപിദാസിന്റെ കീഴിൽ 3 വർഷമായി പരിശീലനം നടത്തി വരികയാണ്. ബാംഗ്ലൂർ വെച്ച് നടന്ന അഖിലേന്ത്യാ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഡബിൾസ് വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ നേടുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന ടൂർണമെന്റിൽ നമ്മുടെ സംസ്ഥാനതല റാങ്കിംഗ് ടൂർണമെന്റിൽ അണ്ടർ 15 കാറ്റഗറിയിൽ ഗേൾസ് മിക്സഡ് ഡബിൾസിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും അതുപോലെ തന്നെ ഡബിൾസ് വിഭാഗത്തിൽ സിൽവർ മെഡൽ നേടുകയുണ്ടായി. അതുപോലെ സിംഗിൾസിന് ബ്രോൺസ് മെഡൽ നേടുകയുണ്ടായി. ഈ ഒരു അച്ചീവ്മെന്റ് നേടുന്ന നമ്മുടെ കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യത്തെ പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ നാഷണൽ മെഡലിലും ഈ ഒരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കുന്ന ചരിത്ര സംഭവമാണ്. കോട്ടയത്ത് നിന്നുള്ള ആദ്യ കുട്ടിയാണ്. ശ്രേയയുടെ നേട്ടങ്ങൾ വിവരിച്ചു നടന്ന വാർത്താ സമ്മേളനത്തിൽ പിതാവ് അവിനാഷ് മാത്യു, കോച്ച് ഷിബു ഗോപിദാസ്, അക്കാദമിക് ഡയറക്ടർ ബിജോ ജോർജ്, ജോസൂട്ടി പൂവേലിൽ, ജോർജൂട്ടി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. ഏറ്റുമാനൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ തെളിഞ്ഞു. വാഹനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ടയറുകളിൽ കമ്പികൾ കയറി ടയർ പൊട്ടുന്നതായും ആക്ഷേപമുണ്ട്. ഏറ്റുമാനൂർ നീണ്ടൂർ റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം. ഏറ്റുമാനൂർ റെയിൽവേ മേൽപ്പാലത്തിൽ മിക്കയിടത്തും കോൺക്രീറ്റ് സ്ലാബ് പൊട്ടി കുഴി രൂപപ്പെട്ടു. കുഴിയിൽ കമ്പി മുകളിലേക്ക് നിൽക്കുന്നത് മൂലം വാഹനങ്ങളുടെ ടയർ കുത്തിക്കീറുന്നത് പതിവായി. ദിവസേന ആയിരക്കണക്കിന് ചെറുതും ഭാരവണ്ടികളും ഉൾപ്പെടെ മേൽപ്പാലത്തിലൂടെ കടന്നുപോകുന്നു. കോൺക്രീറ്റ് തകർന്ന കുഴികളിൽ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാണ്. കുഴിക്ക് സമീപം എത്തുമ്പോൾ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നതും അപകടങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. നീണ്ടൂരിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് വരുമ്പോൾ അപ്രോച്ച് റോഡ് പാലവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് റോഡ് ഇരുന്ന നിലയിലാണ്. ഒട്ടുമിക്ക വാഹനങ്ങളുടെയും മുൻവശത്തെ ബമ്പർ ഇടിക്കുന്നതും പതിവായി. പാലത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ അടിയന്തരമായി നവീകരിക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രതിപക്ഷം ഇകഴ്ത്തി കാണിക്കുന്നതായി ജോസ് കെ മാണി MP. പൊതു ആരോഗ്യ രംഗത്തെ തകർക്കാൻ BJP UDF കൂട്ടുകെട്ട്. നീതി നിഷേധത്തിനെതിരെ KSTU. പൊൻകുന്നം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ. അശാസ്ത്രീയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യം. കർക്കിടക ബലിതർപ്പണത്തിന് വെണ്ണിമല ക്ഷേത്രം ഒരുങ്ങി. പുലർച്ചെ 4 മണിക്ക് ബലിതർപ്പണം തുടങ്ങും. പുതുപ്പള്ളി, പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും KSRTC സർവീസ്. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകം. കുറ്റപത്രം 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. കൊല ചെയ്യപ്പെട്ടത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.